സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ വന്ദനം. അയോധ്യ രാമക്ഷേത്രം ഏതാണ്ട് പണി പൂർത്തിയായിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് നമുക്ക് അറിയാം. ഹിന്ദു മത സമുദായത്തിൻ്റെ അഭിമാന കേന്ദ്രമായി അത് വിഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് മെൻറ്റ് ടു ബി എ സിംബൽ ഓഫ് ഹിന്ദു റിലീജിയസ് റിസർജൻസ് ആൻഡ് സെൽഫ് അസേർഷൻ. അത് അവരുടെ അജണ്ടയാണ്. അതിനെ ഒരു വിധത്തിലും കുറ്റപ്പെടുത്തുവാനോ വിമർശിക്കുവാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല, ക്രിസ്ത്യാനികൾക്ക് വിമർശനാത്മകമായി അല്ലെങ്കിൽ അസൂയയോടുകൂടെ അതിനെ വീക്ഷിക്കാനുള്ള ധാർമ്മികമായ അവകാശവുമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ കഴിഞ്ഞ ഏതാണ്ട് 30-40 വർഷങ്ങൾക്കുള്ളിൽ വലിയ പള്ളികൾ വയ്ക്കുവാനും ചെറിയ പള്ളികൾ പൊളിച്ച് വലിയ പള്ളികളാക്കുവാനും പള്ളികളുടെ പാരിഷ് ഹാൾ പണിയുവാനും സിമൻറ്റിനും മണലിനും കമ്പികൾക്കുമൊക്കെ നമ്മൾ ചിലവാക്കിയ പണം എത്ര 1000 കോടികളാണ് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ വലിയ വലിയ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക, അതിൽ കൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കുക, അത് ഒരു മത സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഗാംഭീര്യത്തെയോ സ്വാധീനത്തെയോ കഴിവിനെയോ അല്ലെങ്കിൽ അസ്തിത്വത്തെയോ ഐഡൻറ്റിറ്റിയെയോ മെച്ചമാക്കുന്നു എന്ന് ധരിക്കുക, ഇത് സ്വാഭാവികമാണ്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ക്രിസ്ത്യാനികൾ പൊതുവെ അവഗണിക്കുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു സന്ദർഭം അതിന് അനുയോജ്യമായതുകൊണ്ടും കൂടെ ചെയ്യുകയാണ്. മനുഷ്യനിർമ്മിതമായ ആരാധനാലയങ്ങളോടുള്ള യേശുവിൻ്റെ സമീപനം എന്തായിരുന്നു? അതറിയുവാൻ നാം ബാധ്യസ്ഥരാണ്. യേശുവിൻ്റെ സമീപനം അന്ന് നിലവിലിരുന്ന സമീപനത്തിന് വിരുദ്ധമായിരുന്നു എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് അന്ന് നിലവിലിരുന്ന സമീപനം? യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മത അഭിമാനത്തിൻ്റെ സിരാകേന്ദ്രമായിരുന്നു യെരുശലേം ദേവാലയം. യെരുശലേം ദേവാലയമായിരുന്നു ലോക യഹൂദ മതത്തിൻ്റെ ഹൃദയഭാഗം. യെരുശലേം ദേവാലയത്തെപ്പറ്റി അഭിമാന വിജൃംഭിതരാകാത്ത യഹൂദന്മാരുണ്ടായിരുന്നില്ല. ജെറൂസലേം ടെമ്പിൾ വാസ് ദി അൾട്ടിമേറ്റ് ഫോർ ദി ജ്യൂസ്. യേശു പ്രകടമായ പുച്ഛത്തോടുകൂടെയാണ് യെരുശലേം ദേവാലയത്തെ വീക്ഷിച്ചത് എന്ന് നമുക്കറിയാം. യഹൂദ മത മേധാവികളെ ചൊടിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും, പല കാരണങ്ങളുണ്ടായിരുന്നു, അതിൽ എടുത്തു പറയേണ്ട ഒരു കാരണമാണിത്. യേശുവിനെ വിചാരണ ചെയ്യുമ്പോൾ അവൻ്റെ പേരിൽ ചാർത്തപ്പെടുന്ന ഒരു കുറ്റം, അവൻ യെരുശലേം ദേവാലയം നശിപ്പിക്കും എന്ന് പറഞ്ഞു. അത് യേശു പറഞ്ഞ വാക്കുകളുടെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദേവാലയത്തിന് ഏതെങ്കിലും വിധത്തിൽ കേടുവരുത്തുക, പൊളിക്കുന്നത് പോട്ടെ, അവന് ഓർക്കുകയോ സഹിക്കുകയോ ചെയ്യാവുന്ന കാര്യമല്ല. എന്നാൽ ചരിത്രത്തിൽ ഒരു കല്ല് മറ്റൊരു കല്ലിന്മേൽ അവശേഷിക്കാതെ ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അതിൽ അഭയം തേടിയിരുന്ന യഹൂദന്മാർ ആയിരക്കണക്കിന് കൊന്ന് ഒടുക്കപ്പെട്ടു. അവിടെ നടന്ന കൂട്ടക്കൊല്ലയുടെ തോത് പറയുന്നത്
മനുഷ്യരുടെ രക്തം കുതിരയുടെ കടിഞ്ഞാണോളം പൊങ്ങി. അത് അതിശയോക്തിയായിരിക്കും, പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് ആരാധനാലയത്തിൽ ദൈവത്തിൻ്റെ നഗരമെന്ന യഹൂദൻ അഭിമാനിച്ച, ദൈവത്തിൻ്റെ ആലയം എന്ന് യഹൂദൻ നിഗളിച്ചിരുന്ന ആരാധനാലയത്തിൽ മനുഷ്യൻ്റെ രക്തം പുഴ പോലെ ഒഴുകി. ഇത് ചരിത്ര സംഭവമാണ്. യേശു യെരുശലേം ദേവാലയത്തിൽ ചെന്നത് അതിനെ ശുദ്ധീകരിക്കാനാണ് നമുക്കറിയാം. കാരണം നമുക്കിത് പറയുമ്പോൾ ഇപ്പോഴും ദേഷ്യമുണ്ടാകിലും മതത്തിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ മതമാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് ദേവാലയങ്ങളിലാണ്. ദേവാലയങ്ങളിൽ ദൈവമില്ല എങ്കിലും മതമാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ, എവറസ്റ്റുകളുണ്ടായിരിക്കും. അന്നും ഇന്നും അത് തന്നെയാണ് സ്ഥിതി. ചില കൂമ്പാരങ്ങൾ മറഞ്ഞിരിക്കും, ചിലത് പ്രകടമായി തീരും. പക്ഷേ മാലിന്യത്തിൻ്റെ കൂടാരം ഉണ്ടായിരിക്കും നിശ്ചയം. ഇനിയും നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് അല്ലെങ്കിൽ യഹൂദ മതവിശ്വാസികൾക്ക് ആരാധനാലയം അല്ലെങ്കിൽ അവരുടെ അമ്പലം, യെരുശലേം ദേവാലയം ഉണ്ടാക്കുന്നതിൽ ഇത്ര വലിയ അഭിമാനവും അതിനെപ്പറ്റിയുള്ള ആദരവും അത് ദൈവീകമായൊരു പ്രതിഭാസമാണ് എന്ന പ്രതീതിയും ഉണ്ടാകുവാൻ കാരണം? അതിൻ്റെ പുറകിൽ തീർച്ചയായും ഒരു ന്യായം അല്ലെങ്കിൽ ഒരു യുക്തി പ്രവർത്തിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ നമുക്ക് യഹൂദൻ്റെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി മനസ്സിലാക്കാൻ സാധ്യമല്ല. യഹൂദ മതവിശ്വാസികളുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രത്യേകത, എന്തുകൊണ്ടോ അവർ പ്രകൃതിയെ നോക്കിയപ്പോൾ അതിൽ മുഴുവനും ദൈവവിരുദ്ധമായ മർമ്മങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് തോന്നി. അങ്ങനെ അവർ തീരുമാനിച്ചു, അങ്ങനെ അവർ വിശ്വസിച്ചു. സോ ജുഡായിസം വാസ് എ റിലിജിയൻ ഓഫ് ഡൈക്കോട്ടമീസ്. ഏറ്റവും പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, യഹൂദ മതദർശനം വൈരുദ്ധ്യാത്മകതയുടെ ദർശനമാണ്. അതിൻ്റെ ഡൈക്കോട്ടമി എന്നതിന് മലയാളം വൈരുദ്ധ്യാത്മകത എന്നാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഞാൻ തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ രണ്ട് കഷ്ണങ്ങളായി മുറിക്കുക. അപ്പോൾ ഞാനും നീയും, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ദാർശനിക ദർശനത്തിൽ നീയും ഞാനും ഒന്നാണ്. തത്വമസി, ഞാൻ അവിടെ നിൽക്കുന്ന നീയും ഞാനും ഒന്നാണ്, നീയും ബ്രഹ്മവും ഒന്നാണ് എന്ന തിരിച്ചറിവ്. അത് യൂണിറ്ററി വിഷനാണ്. അതെല്ലാറ്റിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും ഒന്നാക്കുകയും ചെയ്യുന്ന വിഷനാണ്. അങ്ങനെയുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ മനുഷ്യനും പ്രകൃതിയുമായുള്ള വിരുദ്ധത അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഏലിയനേഷൻ വളരെ കുറവായിരിക്കും, നന്നേ കുറവായിരിക്കും. അതുകൊണ്ടാണ് പണ്ട് ഹിന്ദുക്കളുടെ ഋഷിമാരും മുനിവര്യന്മാരും വനത്തിൽ പോയി തപസ് ചെയ്യാൻ ഒന്നിൽ മലയുടെ മുകളിൽ, ഹിമാലയത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ വനത്തിൻ്റെ ഉള്ളിൽ. ഇതിൽ പ്രകൃതിയുടെ പരിശുദ്ധിയിൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഉൾപ്പെട്ടിരിക്കും. മനുഷ്യൻ്റെ സ്പർശനമില്ലാതെ, സംസ്കാരത്തിൻ്റെ ചുവയില്ലാതെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ പ്രകൃതിയുടെ പരിശുദ്ധിയിൽ, പ്രകൃതിയുടെ മടിയിലിരുന്നു കൊണ്ട് ആധ്യാത്മികമായ കാര്യങ്ങൾ, കോസ്മിക് റിയാലിറ്റീസ് അനുഭവിക്കുവാനും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഗൗതമ ബുദ്ധൻ, പ്രിൻസ് സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധനാകുന്ന പ്രക്രിയയിൽ ഒരു ബോധി വൃക്ഷമുണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ അടിയിലിരുന്നാണ് ധ്യാനിച്ചത്. അപ്പോഴാണ് ജ്ഞാനോദയം, വെളിച്ചമുണ്ടായത്, എൻലൈറ്റൻമെൻ്റ് ഉണ്ടായത്. മനുഷ്യ നിർമ്മിതമായ ഒരു കെട്ടിടത്തിലിരുന്നിട്ടില്ല. മാത്രവുമല്ല,
കൊട്ടാരം വിട്ട് ആരും അറിയാതെ അവിടുന്ന് രക്ഷപ്പെട്ട് ഈ താപസികമായ അന്വേഷണത്തിൽ കൂടെ അവസാനം ഒരു മരത്തിൻ്റെ ബോധവൃക്ഷത്തിൻ്റെ തണലിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നത് നമുക്കറിയാം. പ്രോഫറ്റ് മുഹമ്മദിനും അതുപോലെ കെട്ടിടത്തിനകത്തിരുന്നപ്പോഴല്ല, ഒരു മലയുടെ ഗുഹയിലിരുന്നാണ് അദ്ദേഹത്തിന് ആത്മീയമായ ദർശനമുണ്ടായത്. യേശു മണലാരണ്യത്തിലേക്ക് പോയി, അത് പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷേ പ്രകൃതി ശോഷിച്ചു പോയ, പ്രകൃതിയുടെ ആ ആഡംബരം, ആ ധാരാളിത്വം ഇല്ലാത്തൊരവസ്ഥയിൽ, പ്രകൃതിയുടെ പട്ടിണിയിൽ, എന്നാൽ അതും പ്രകൃതിയുടെ ഭാഗമാകൊണ്ട് യേശു ഉപവസിച്ചും പ്രാർത്ഥിച്ചും 40 ദിവസം കഴിഞ്ഞു. എന്ന് മാത്രമല്ല, നിങ്ങൾ യേശുവിൻ്റെ ഉപമകളെ ശ്രദ്ധിച്ചാൽ അതൊക്കെയും പ്രകൃതിയോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയിൽ രൂപപ്പെട്ടു വന്നതാണ്. പ്രകൃതിയോടുള്ള ആ അടുത്ത ബന്ധത്തിൽ, ജൈവിക ബന്ധത്തിൽ യേശുവിൻ്റെ സർഗാത്മകത കടഞ്ഞെടുക്കുന്ന, എന്താണ് പറയുന്നത്, അമർത്യമായ ആത്മീയ മുത്തുകളാണ് ഈ ഉപമകൾ. യേശുവിന് പ്രകൃതിയോട് ബന്ധമില്ലായിരുന്നുവെങ്കിൽ ഒരു ഉപമയും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഭാ നേതാക്കന്മാർ ഒരിക്കലും ഒരു ഉപമ ഉണ്ടാക്കി ഉപമ സൃഷ്ടിച്ച് നിങ്ങൾ കാണുകയില്ല. അത് മറ്റൊരു വിഷയമാണ്. സർഗാത്മകതയും മതവും അതിൽ തന്നെ ഒരു വലിയ വിഷയമാണ്. പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു ദിവസം അതിനെപ്പറ്റി പ്രതിപാദിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാം പറഞ്ഞു വന്നത്, യഹൂദന്മാരുടെ മതവീക്ഷണത്തിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവർ പ്രകൃതിയെ തന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ, തനിക്ക് ഓപ്പോസിറ്റായ, വിരുദ്ധമായ, അതായത് പൈശാചികമായ ശക്തികൾ വസിക്കുന്ന, ദൈവികമായ മർമ്മങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളുടെ പാർപ്പിടമായി യഹൂദൻ പ്രകൃതിയെ കണ്ടു. അതുകൊണ്ടാണ് പ്രകൃതിയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ എന്ന ഒരു ബോധം അവനിലുണ്ടായത്. എന്നാൽ യഹൂദൻ ദേശാടനം നടത്തി വന്നപ്പോൾ, അവൻ ഒരു ഭൂമിയുടെ പരപ്പിൽ ഒരു പരദേശിയായി നടന്നപ്പോൾ, അവൻ പ്രയാണത്തിലായിരുന്നപ്പോൾ ആ ഒരു വ്യത്യാസമില്ലായിരുന്നു. പ്രകൃതിയുടെ ദാനം കൊണ്ടാണ് അവൻ ദൈവത്തിൻ്റെ കൃപ പ്രകൃതിയിൽ സ്പർശിച്ചിട്ട്, എന്നാലും പ്രകൃതിയുടെ വിഭവങ്ങൾ കൊണ്ടാണ് അവൻ ജീവൻ രക്ഷിച്ചത്. ആ സമയത്ത് മനുഷ്യനും പ്രകൃതിയുമായ ശത്രുത്വം അല്പമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ യഹൂദൻ ഒരു സ്ഥലം അവൻ്റേതാക്കി അവിടെ സെറ്റിൽഡായി, അവൻ്റെ സംഗതികളൊക്കെ, അവൻ്റെ സാഹചര്യങ്ങളൊക്കെ അവൻ ഉറപ്പിച്ചു, പ്രകൃതിയെ അവൻ മെരുക്കിയെടുത്തു. അന്ന് മുതൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ശത്രുത്വമുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ആരാധനാലയം എന്ന ആശയം ഉദിക്കുന്നത് എന്ന് നാം വളരെ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനിയും നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണ്. ആരാധന ആലയം എന്ന ആശയത്തിൻ്റെ ഉറവിടം ഒരു ശത്രുതയിലാണ്. എന്താണ് ആ ശത്രുത? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച പ്രകൃതിയോട് അന്യാധീനപ്പെട്ടിട്ട്, അതിൽ നിന്ന് ഏലിയനേറ്റഡായിട്ട്, ആ പ്രകൃതിയെ ശത്രുതാ മനോഭാവത്തോടും സംശയദൃഷ്ടിയോടും ഭയത്തോടും കാണുമ്പോൾ അവൻ്റെ ഭീതി, അവൻ്റെ അസുരക്ഷിതാവസ്ഥ ദൈവത്തിൻ്റെ മേൽ ചാർത്തുകയും, സൈക്കോളജിയിൽ ഇതിൻ്റെ പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത്, പ്രൊജക്ഷൻ, ദൈവത്തിൽ പ്രൊജക്റ്റ് ചെയ്യുകയും, തൽഫലമായി ദൈവത്തിന് സുരക്ഷിതമായി ഇരിക്കുവാൻ അല്ലെങ്കിൽ വസിക്കുവാൻ ഒരിടമുണ്ടാകണം. അതാണ് ദേവാലയം എന്ന ആശയത്തിൻ്റെ ഉറവിടമെന്ന് ഒരു പക്ഷേ നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും,
ഈ ദേവാലയങ്ങളും അമ്പലങ്ങളും പള്ളികളും ഒന്നും പണിയുന്നതിൽ ഒരു ആത്മീയതയുമില്ല. ഭൂരിപക്ഷം സമയങ്ങളിലും ദേവാലയങ്ങൾ പണിയുമ്പോൾ ഒന്നിലതിൽ കള്ളം നടക്കും, മോഷണം നടക്കും, അല്ലെങ്കിൽ അതിൽ ഘോരമായ വഴക്കുണ്ടാകും. പരസ്പരമായ കലഹത്തിലല്ലാതെ പള്ളി നിർമ്മാണം എവിടെയും അവസാനിച്ചിട്ടില്ല. ഒരു വലിയ പള്ളി പണിതതുകൊണ്ട് അവിടെ വലിയ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ആരുടെയും ആത്മീയ വർധന ഉണ്ടായിട്ടില്ല. ഉള്ളത് മങ്ങിപ്പോവുകയേ ചെയ്തിട്ടുള്ളൂ. അത് ഓരോരുത്തരുടെയും അനുഭവമാണ്. ഇതല്ലാതൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം, ഇത് യേശുവിന് നന്നേ മനസ്സിലായി. അതുകൊണ്ടാണ് മനുഷ്യനിർമ്മിതമായ ദേവാലയങ്ങളിൽ യേശു തൻ്റെ ശുശ്രൂഷയെ ഒതുക്കാതിരുന്നത്. അങ്ങനെ വിഭാവന ചെയ്ത് നിർമ്മിക്കപ്പെടുന്ന ഈ ദേവാലയത്തിനുള്ളിൽ നടക്കുന്നത് ദൈവികമായ പ്രക്രിയ ആയിരിക്കുകയില്ല. അത് സാത്താൻ്റെ സ്വാധീനം അവിടെ വളരെ അധികമുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് യേശുവിൻ്റെ രണ്ടാമത്തെ പരീക്ഷ. മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് മൂന്നാമത്തെ പരീക്ഷയാണ്. എന്താണ്? യേശുവിനെ യെരൂശലേം ദേവാലയത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അവിടെ നിന്ന് ചാടാൻ പറയുന്നു. സാത്താൻ്റെ അധികാരത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ സാത്താൻ എവിടെയാണ് അധികാരം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇത് വചനം മാത്രമാണ് ഞാൻ പറയുന്നത്. അത് യഹൂദ മനസ്സ് ആരാധനാലയത്തെ എപ്രകാരം വിഭാവന ചെയ്തു, ആരാധനാലയം ഉണ്ടാക്കുവാനുള്ള അവൻ്റെ പ്രേരണ ഏത് തിരിച്ചറിവിൽ വേറിട്ട് നിൽക്കുന്നു എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ പുറകിൽ വലിയൊരു ചരിത്രമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ അജ്ഞാതമാണ്. അതറിയേണ്ട കാലം അസ്തമിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നു. അത് പണിയുന്നത് ഹിന്ദു സമുദായത്തിൻ്റെ ആ പണശേഷിയും അവരുടെ ആർക്കിടെക്ചറൽ സ്കിൽ, അവരുടെ രാഷ്ട്രീയമായ അധികാരം, ഇവയെല്ലാം ലോകത്തിന് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നാം ദൈവത്തിന് വേണ്ടി വീട് പണിയുന്നു എന്ന് പറയുമ്പോൾ, അതാണല്ലോ ആരാധനാലയം എന്നൊക്കെ നാം പറയുന്നത്. ദൈവം വസിക്കുന്ന സ്ഥലം, അവിടെ പോയാൽ ദൈവത്തെ കാണാം. നാം ദൈവത്തിൻ്റെ വീട് പണിയുമ്പോൾ അതിനുപയോഗിക്കുന്ന ആർക്കിടെക്ചർ എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ? അതോ അത് വെളിപ്പെടുത്തി തരുന്നതാണോ? അല്ലല്ലോ. ഒരു സെക്യുലർ ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന ആ പ്ലാൻ അനുസരിച്ചാണ് ആ കാലത്ത്, ആ യുഗത്തിൽ പോപ്പുലറായി അല്ലെങ്കിൽ പൊതുവായി നിൽക്കുന്ന കെട്ടിട നിർമ്മാണ സ്റ്റൈൽ, ആർക്കിടെക്ചറൽ സ്റ്റൈൽ അനുസരിച്ച് മാത്രമാണ് ദേവാലയങ്ങൾ പണിയുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ പോയാൽ വലിയ 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 കത്തീഡ്രൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്ഭുതകരമായ കത്തീഡ്രൽ. അതുപോലെ ഇപ്പോൾ ആരും ഉണ്ടാക്കുന്നില്ലല്ലോ. ഗോഥിക് കത്തീഡ്രൽസ്, അതൊരു ആർക്കിടെക്ചറൽ സ്റ്റൈലായിരുന്നു. ഇപ്പോഴുണ്ടാക്കുന്ന ദേവാലയങ്ങൾ അതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ വളരെ വ്യത്യസ്തമാണ്. ദൈവം മാറിയിട്ടല്ല, ആർക്കിടെക്ചർ മാറിയിട്ടാണ്. ഇപ്പോൾ യെരൂശലേം ദേവാലയം ആരാണ് ഉണ്ടാക്കിയത്? രാജാവാണ് ഉണ്ടാക്കിയത്. രാജാവ് ഉണ്ടാക്കിയപ്പോൾ രാജകീയമായ വിധത്തിൽ ഉണ്ടാക്കി. അതിനകത്തെ ആർക്കിടെക്ചർ അത് ദൈവം വെളിപ്പെടുത്തിയൊക്കെ എന്നൊക്കെ പറയും, പക്ഷേ അത് വാസ്തവമല്ല. ദൈവം ഒരു ദേവാലയം പണിയുന്ന ബ്ലൂ പ്രിൻറ്റും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നത് അസത്യമാണ്. അത് മനുഷ്യനുണ്ടാക്കി പറയുന്നതാണ്. ദേവാലയത്തിനൊരു വലിയ മഹിമയുണ്ടാക്കാനായിട്ട് ചില കൊച്ചു കള്ളം പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. നല്ല ഉദ്ദേശത്തോടുകൂടെ ഒരു കൊച്ചു കള്ളമെന്ന് പറഞ്ഞു, അത്രയുടെ അതിനകത്തെ കാര്യം. ദൈവത്തിനിരിക്കാൻ ഈ ദേവാലയം പണിതിട്ട് ശലോമൻ തന്നെ എന്താണ് പറയുന്നത്? ദൈവമേ, മനുഷ്യനിർമ്മിതമായ ഭവനത്തിൽ കെട്ടിടങ്ങളിൽ നിന്ന് ഇരിക്കുന്നവനല്ല എന്ന് ഞാൻ അറിയുന്നു. പിന്നെ എങ്ങനെയാണ് ദൈവം ഇതിൻ്റെ പ്ലാന് ഇറക്കിക്കൊടുത്തത്? അതൊക്കെ വെറും മണ്ടത്തരമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കരുത്. വേദപുസ്തകത്തിൽ എഴുതിയാലും വിശ്വസിക്കരുത്. അത് നമ്മോട് കാണിക്കുന്ന അപമാനമാണ്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ബിൽഡിംഗ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഈസ് മോർ ആൻ എക്സസൈസ് ഇൻ കണ്ടംപററി സ്റ്റൈൽസ് ഓഫ് ആർക്കിടെക്ചർ. ഇത് പ്രത്യേകമായി മനസ്സിലാക്കുക.
ഇതൊക്കെ രാമക്ഷേത്രത്തിൻ്റെ പണിയും അതിൻ്റെ പുറകുള്ള പൊളിറ്റിക്സും അതിലുള്ള വികാരങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നത് വളരെ വളരെ കോണ്ടെക്സ്ച്വലി റെലവൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ഏറ്റവും പ്രധാനമെന്നാണ് മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ആത്മീയമായ പ്രശ്നം. മറ്റേത് പൊളിറ്റിക്കൽ പ്രശ്നമാണ്. രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് പോട്ടെ, അതിലെനിക്ക് താല്പര്യമില്ല. എന്നാൽ ദേവാലയം എന്ന് പറയുന്ന ആശയത്തിൻ്റെ പിറകിൽ, ആ സങ്കല്പത്തിൻ്റെ പിറകിൽ ഒരു ആത്മീയമായ അപാകതയും അപകടവും പതിയിരിപ്പുണ്ട്. എന്താണ്? ദൈവം നിർമ്മിച്ച ഈ ആകമാനമായ സൃഷ്ടിയുടെ അഭേദ്യ ഭാഗമാണ് മനുഷ്യൻ. എൻ്റെ തെളിവെന്താണ്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവം ആദാമിനെ തോട്ടത്തിൽ നിർത്തിയിട്ട് അവനോട് പറയുന്നു, ഈ തോട്ടത്തിൽ നീ വേല ചെയ്യണം, അതിനെ കാക്കണം, കാരണം നീ ഇതിൻ്റെ അഭേദ്യമായ ഒരു ഭാഗമാണ്. അപ്പോൾ ദൈവ നിർമ്മിതമായ ഈ സൃഷ്ടിയുടെ ആകമാനമായ തുകയോട് നമുക്ക് ബന്ധവും അതിനെപ്പറ്റി ചുമതലയും ഉണ്ടാകണം, ഇല്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. എന്നാൽ ദൈവം വിഭാവന ചെയ്ത ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ വഴുതി മാറി. ദൈവത്തോട് അകൽച്ച പ്രാപിച്ചപ്പോൾ ദൈവം വിഭാവന ചെയ്ത അവസ്ഥയോടും അവൻ അകൽച്ച പ്രാപിച്ചു. അതാണ് 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ മറുതലിച്ച മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവം അവനെ അറിയിക്കുന്ന നിത്യമായ സത്യങ്ങൾ. നീ പ്രകാരം ചെയ്തതുകൊണ്ട് നീയും പ്രകൃതിയുമായൊരു ശത്രുതയുണ്ടാകും. അതിൻ്റെ ഏറ്റവും മൂർച്ചേറിയ ഭാഗമാണ് പാമ്പ് നിൻ്റെ കുതികാൽ കടിക്കും, നീ അതിൻ്റെ തല തകർക്കും. ശത്രുത്വമാണ്. ശത്രുത്വത്തിൻ്റെ പ്രതീകാത്മകമായ പ്രസ്താവനകളാണ്, കാവ്യാത്മകമായ ആവിഷ്കാരമാണ്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. യാതൊരു സംശയവും വേണ്ട. നീ അധ്വാനിക്കും, പക്ഷേ ഭൂമി മുള്ളും പറക്കാരെയും പുറപ്പെടുവിക്കും. അത് അക്ഷരികമായ മുള്ളും പറക്കാരെയുമെന്നല്ല, നീയും പ്രകൃതിയുമായി ഇതാ ഒരു ശത്രുത്വം. അത് നീ തന്നെ വലിച്ചു വെക്കുന്നതാണ്. അത് ഞാൻ സൃഷ്ടിച്ച ആ ഒരു സംവിധാനത്തിൻ്റെ സൃഷ്ടിയുടെ തത്വമല്ല. നീ ആ സൃഷ്ടിക്ക് വൈകല്യം വന്നതുകൊണ്ട് നീ തന്നെ വരുത്തി വെച്ച വിനയാണിത്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ദേവാലയം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും, പക്ഷേ അത് സത്യമാണെന്ന് അല്പം ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് മനസ്സിലാകുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഈ ദേവാലയത്തിലോട്ട് വലിയ കാര്യമാണ്, അവിടെ പോയാൽ ദൈവത്തെ കാണുന്നൊക്കെ പറയുന്ന പച്ചക്കള്ളമാണ്. നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം വസിക്കുന്നത് ദേവാലയത്തിലല്ല. ദൈവം വസിക്കുന്നത്, യേശു പറഞ്ഞല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവിടെയുണ്ട്. ജനഹൃദയങ്ങളുടെ ഒന്നിപ്പിലാണ് ദൈവത്തിൻ്റെ ആലയം. മണ്ണും സിമൻറ്റും കല്ലും കൊണ്ടുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ ആലയമല്ല. അവിടെ ദൈവം വസിക്കുന്നു എന്ന് പറയുന്ന ദൈവത്തെപ്പറ്റി പറയാവുന്ന ഏറ്റവും വലിയ കള്ളമാണ്. ആ കള്ളത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നാം ആരാധിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആധ്യാത്മികമായ ബുദ്ധി എത്രമാത്രം അണഞ്ഞുപോയി, പിണ്ണാക്കായിപ്പോയി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ ആത്മീയമായ ദർശനത്തെ പ്രാവർത്തികമാക്കുന്ന പ്രക്രിയയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യഹൂദൻ്റെ മൂലമർമ്മമായിരുന്ന മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള അകൽച്ച, അതായത് ശത്രുത്വം കലർന്ന അകൽച്ച, മാൻ ഇൻ ഓപ്പോസിഷൻ ടു നേച്ചർ ഓർ നേച്ചർ ഇൻ ഓപ്പോസിഷൻ ടു മാൻ, അതിനെ പരിപൂർണമായി തിരസ്കരിച്ച് മനുഷ്യനും പ്രകൃതിയും ഒന്നുപോലെ ദൈവത്തിൻ്റെ മനസ്സിൽ ഒന്നാണ്. ദൈവം സ്നേഹിക്കുന്നു, തൻ്റെ സൃഷ്ടിയുടെ ആകെത്തുകയെ ദൈവം സ്നേഹിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കാനായി വിഭാവന ചെയ്തിട്ടുള്ള മനുഷ്യനെ പ്രത്യേകമായും സ്നേഹിക്കുന്നു. കാരണം അവനിൽ കൂടെയാണ് ഇനി അങ്ങോട്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത്. ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് യൂണിഫൈഡ് വിഷൻ, അതാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടത്. അതിന് പകരം നമ്മൾ വീണ്ടും യഹൂദനായി. യഹൂദനെപ്രകാരം പ്രകൃതിയെ ശത്രുവായി കണ്ടു, അതുപോലെ നാം പക്ഷേ പ്രകൃതി എന്നല്ല ഇപ്പോൾ പറയുന്നത്, നാം ലോകം എന്നാണ് പറയുന്നത്. സെപ്പറേഷൻ ഫ്രം ദ വേൾഡ്. ലോകത്തോട് ഒരു സ്പർശനവും പാടില്ല. യഹൂദൻ പ്രകൃതിയോടെന്ത് പറഞ്ഞു അത് നാം ലോകത്തോട് പറയുന്നു. പ്രകൃതിയുടെ ഫലം ഭക്ഷിച്ച് ജീവിക്കുന്ന യഹൂദൻ അതിനെ ശത്രുവായി കാണുന്നു, അപ്പനെയും അമ്മയും ശത്രുവായി കാണുന്ന പോലെ.
നാം ഇപ്പോൾ ലോകത്തെ ശത്രുവായി കാണുന്നു. ലോകത്തിൻ്റെ അപ്പവും വെള്ളവും കഴിച്ചുകൊണ്ട് നാം ഇത് പറയുകയാണ്. ഇതെല്ലാം പൊട്ടത്തരമാണ്. യേശുവിൻ്റെ ദർശനവുമായി യാതൊരു ബന്ധവുമില്ല. ലോകത്തെ ദൈവം സ്നേഹിക്കുന്നു എന്നതാണ് യേശുവിൻ്റെ ഇഹലോക വാസത്തിൻ്റെയും ശുശ്രൂഷയുടെയും മൂലമർമ്മം. God so loved the world that he gave his only begotten Son, so that whoever believeth in him should not perish but have everlasting life. അതിന് സംശയം വല്ലതുമുണ്ടോ? തൻ്റെ അത്ഭുത പ്രവൃത്തിയിൽ പോലും പലപ്പോഴും യേശു പ്രകൃതിയുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവൻ ചെളിയിൽ തുപ്പി പേസ്റ്റ് ഉണ്ടാക്കി കണ്ണിൽ തേച്ചൊരുത്തിന് സൗഖ്യം കൊടുക്കുന്നെന്ന് പറയുന്നില്ലേ? അതുപോലെ തന്നെ പഴയ നിയമത്തിൽ യോർദാനിൽ പോയി കുളിച്ചാൽ നയമാന് കുഷ്ഠരോഗം മാറി വരുമെന്ന് പറയുന്നില്ലേ? യേശു തന്നെ ജീവൻ്റെ ജലമായിട്ടല്ലേ പറയുന്നത്? അപ്പം എവിടെ നിന്നാണ് വരുന്നത്? ജീവൻ്റെ അപ്പം എന്ന് പറയുന്നു. ഇതെൻ്റെ രക്തമെന്ന് പറയുന്നു. മുന്തിരിച്ചെറെങ്ങനെയാണ് വരുന്നത്? നമ്മൾ എന്താണ് താമരയെ നോക്കി വയലിലെ പുഷ്പത്തെ നോക്കി ഉപമ പഠിപ്പീൻ, ആകാശത്തിലെ പറവളെ നോക്കി ഉപമ പഠിപ്പീൻ, അത്തിവൃക്ഷത്തെ നോക്കി ഉപമ പഠിപ്പീൻ. നാം എന്താണ് എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ ഇത് പെടാത്തത്? അപ്പോൾ നാം ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദയവായി ഈ ആരാധനാലയങ്ങൾക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യം അർത്ഥശൂന്യമാണ് എന്ന് മാത്രമല്ല അപകടമാണ്. കാരണം അത് നമ്മെ ലോക യാഥാർത്ഥ്യങ്ങളിൽ നിന്നും പ്രകൃതിയോടുള്ള നമ്മുടെ കടമയിൽ നിന്നും പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്യുന്നു, നമ്മെ പരിമിതപ്പെടുത്തുന്നു. വി ബിക്കം എക്സൈൽസ് ഫ്രം ദ റിയാലിറ്റീസ് ഓഫ് ദ വേൾഡ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി വളരാത്തത്. വി ബിക്കം ഏലിയനേറ്റഡ് ഫ്രം നേച്ചർ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിയുടെ കാവ്യാത്മകത ഉണരാത്തത്. നിങ്ങൾ സർഗാത്മകതയുള്ള ഏതെങ്കിലും ക്രിസ്ത്യാനികളെ അടുത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കങ്ങനെ അല്പം ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അവരിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ കാണുന്നത് അവർക്ക് പ്രകൃതിയോടുള്ള വളരെ വൈകാരികമായ ഇൻറ്റിമേറ്റായിട്ടുള്ള അടുപ്പം. ദർ ഇൻറ്റിമേറ്റ് ഇൻറ്റ്യൂട്ടീവ് വൺനെസ് വിത്ത് നേച്ചർ. അത് ഞാൻ വളരെ പ്രകടമായി കണ്ടത് സേറ ജോസഫിലാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വായിക്കേണ്ടത് ആദി എന്ന് പറയുന്ന അവരുടെ കൃതി. ആ നോവൽ വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ആ നോവലിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടർ വെള്ളമാണ്. വാട്ടർ ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഇൻ ദാറ്റ് നോവൽ. ഞാനത് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് ഇൻ ഗ്രീൻ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അത് ഹാർപ്പർ കോളിൻസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കോഴ്സിൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റ്സ് എ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തിന് നാം എന്ത് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ സന്ദർശിക്കുക. ഞാൻ എങ്ങനെയാണ് വസിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ ചുറ്റും ഇലകൾ മാത്രമാണ്. ഇലകൾ ഇലകൾ ഇലകൾ. ഈ പ്രദേശത്തിൻ്റെ വീട് അറിയപ്പെടുന്നത് ആ പച്ചയുള്ള വീടെന്നാണ്. പച്ചയുള്ള വീട്. ഓരോ ഇല നോക്കുമ്പോഴും അതെന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ അവിടെ ഒരു പൂ നിൽക്കുമ്പോൾ അതിൻ്റെ ആത്മാവിൽ അതിൻ്റെ സുഗന്ധം പടരുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ എൻ്റെ ആത്മാവ് കുളിർക്കുന്നുണ്ട്. ഇത് ഒരു പ്രത്യേക അനുഭവമാണ്. പ്രകൃതി ഒരു ശത്രുവായിട്ട് കണ്ടിട്ട് നാം എന്ത് നേടാനാണ്? ആരെങ്കിലും ഒരു വ്യക്തി മനുഷ്യനിർമ്മിതമായ ഈ പള്ളിക്കകത്തിരുന്നിട്ട് ദൈവികമായൊരു അനുഭൂതി പ്രാപിച്ചായി കേട്ടുകേഴ്വിയില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കാൾ പ്രധാനമാണ് നമ്മുടെ പള്ളിയില്ലെങ്കിൽ ദൈവം പോയി. ഈ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചത് ആരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും എനിക്ക് പുരോഹിതന്മാരോടും മെത്രാന്മാരോടും വിരോധം ഉണ്ടായിട്ടാണ് പറയുന്നത്. സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ല. എനിക്കാരോടും വിരോധമുണ്ടായിട്ടില്ല. സത്യത്തെ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അല്ല ഞാൻ പറയുന്നത് അസ്ഥാനത്താണ് അല്ലെങ്കിൽ കള്ളമാണ് എങ്കിൽ ഞാൻ എന്തിനെയെങ്കിലും ഡിസ്റ്റോർട്ട് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ പറയൂ, ഞാനത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അപ്പടി നിങ്ങളെ അറിയിക്കുമ്പോൾ അത് നിങ്ങളുടെ നന്മയ്ക്കായി മാത്രം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. എനിക്ക് ആരോടും വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാൻ റിട്ടയർ ചെയ്ത് ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും
എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്നെ നിറച്ച ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച് ഈ ഘട്ടത്തിലെത്തിയ എനിക്ക് ആരോടും അസൂയയോ പകയോ വിരോധമോ ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. ആരും എൻ്റെ ഒന്നും എന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഔദാര്യം പ്രാപിച്ചിട്ടുമില്ല. ആ ഗതികേട് എനിക്കുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവരോട് വിരോധമോ അസൂയയോ ഉണ്ടാകുന്നത്? എന്നാൽ അതിമനോഹരമായ ആത്മീയ സമ്പത്തുക്കളെ വികൃതപ്പെടുത്തുമ്പോൾ, ഈ കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ ഇത് നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ അതിൽ വിമർശനാത്മകത ഉണ്ടാകുക അനിവാര്യമായതുകൊണ്ട് മാത്രമാണ്. ദയവായി നിങ്ങൾ സത്യം മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് ഈ അയോധ്യ രാമക്ഷേത്രം ഇങ്ങനെ തല ഉയർത്തി വരുമ്പോൾ, ഇപ്പോൾ തല ഉയർത്തി കഴിഞ്ഞു, ഇനി ചില ഫിനിഷിംഗ് ടച്ചസ് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കുക, ഇത് വെറും പാഴായ അധ്വാനമാണ്. ഇതിലൊന്നുമില്ല. ഇത് വെറും പുകയാണ്, ആത്മീയമായ പുകയാണ്. ഇത് കാണുമ്പോൾ ചിലരുടെ ഹൃദയത്തിൽ വികാരം കൊണ്ട് നിറയും, തല അഭിമാനം കൊണ്ട് പൊങ്ങും, ചിലപ്പോൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചെന്നിരിക്കും, ലോകത്താകെ കൊട്ടിഘോഷിച്ചെന്നിരിക്കും. പക്ഷേ ചരിത്രം അതിന് വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. യേശു യെരുശലേം ദേവാലയത്തിനെ പറ്റി എന്ത് പറഞ്ഞു? അതാണ് ചരിത്രം എല്ലാ ദേവാലയങ്ങളോടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ അഹങ്കരിക്കരുത്. ദൈവത്തിൻ്റെ മുകളിലാണ് മനുഷ്യനിർമ്മിതമായ ഈ കൊച്ചു കൊച്ചു കളിപ്പാട്ടങ്ങൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമ്പലങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ, സത്യത്തിൻ്റെയും നീതിയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവത്തെ ആരാധിപ്പീൻ. ദൈവത്തെ ആരാധിക്കേണ്ടത് അമ്പലങ്ങളിലല്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലത്രേ. ദൈവത്തെ മാനിക്കേണ്ടത് കാശ് കൊടുത്തിട്ടല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ടത്രേ. ഈ തിരിച്ചറിവുണ്ടെങ്കിൽ മനുഷ്യജാതി രക്ഷപ്പെടും. അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. ആമേൻ.